നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചു. പ്രത്യേകമായി ഇരു നേതാക്കന്മാരും തമ്മിലുള്ള ഒരു സംഭാഷണം ഉടലെടുക്കാൻ കാരണം പുടിൻ ട്രംപ് കൂടിക്കാഴ്ച തന്നെയാണ്. പുടിൻ വിളിച്ചെന്നും അലാസ്കയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ചർച്ചയെപ്പറ്റി സംസാരിച്ചുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരിക്കുകയാണ്. ചർച്ചയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചതിന് പുടിന് മോദി നന്ദി അറിയിച്ചു. യുക്രൈനിൽ സമാധാനപരമായ പരിഹാരമാണ് ഇന്ത്യ എപ്പോഴും ആവശ്യപ്പെടുന്നതെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. അതിനുള്ള എല്ലാ ശ്രമങ്ങളെയും പിന്തുണയ്ക്കുന്നുവെന്ന് അദ്ദേഹത്തെ അറിയിച്ചുവെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. വരും ദിവസങ്ങളും ഇക്കാര്യങ്ങളിൽ ചർച്ച തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും മോദി എക്സിൽ കുറിച്ചു. വൈറ്റ് ഹൌസിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് തൊട്ടു മുമ്പാണ് പുടിൻ മോദിയെ വിളിച്ചത് എന്ന വിവരമാണ് ഏറ്റവും പുതിയതായി പുറത്തുവരുന്നത്. പ്രധാനമായും ഇരു നേതാക്കന്മാരും സംസാരിച്ചത് അലാസ്ക സന്ദർശനം, അത് മാത്രമല്ല ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു തന്ത്രപ്രധാനമായ പങ്കാളിത്തം, അവരുടെ ഉഭയകക്ഷി ബന്ധം അത് ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും സംസാരിച്ചുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ട്രംപിന്റെ ഇരട്ടത്തീരുവയ്ക്ക് പിന്നാലെ ഇന്ത്യ US ബന്ധത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിള്ളൽ ഉണ്ടായിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് റഷ്യൻ പ്രസിഡന്റിന്റെ ഫോൺ സംഭാഷണം എന്നതും വളരെ ശ്രദ്ധേയം, വളരെ ഗൗരവകരമേറിയതാണ്, പ്രാധാന്യമേറിയതാണ്. ഓഗസ്റ്റ് 15-ന് ട്രംപും പുടിനും തമ്മിൽ അലാസ്കയിൽ ചർച്ച നടത്തിയിരുന്നു. റഷ്യ യുക്രൈൻ സംഘർഷമായിരുന്നു പ്രധാന വിഷയമായി ചർച്ചയിൽ മാറിയത്. പ്രധാന പ്രഖ്യാപനങ്ങളോ തീരുമാനങ്ങളോ ഉണ്ടായില്ല. പക്ഷേ ചർച്ച ക്രിയാത്മകമായിരുന്നു എന്നായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രതികരണം. അലാസ്ക ചർച്ച വിജയകരമായാൽ ഇന്ത്യക്കുമേൽ US ചുമത്തിയ അധിക തീരുവ പിൻവലിച്ചേക്കുമെന്നുൾപ്പെടെയുള്ള നിരീക്ഷണങ്ങൾ ശക്തമായിരുന്നു. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്നുവെന്ന കാരണം പറഞ്ഞായിരുന്നു ട്രംപ് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് നിലവിലുണ്ടായിരുന്ന 25% പുറമെ 25% അധിക നികുതി ചുമത്തിയത്. അതേസമയം അലാസ്കയിലേക്ക് പോകാം. അലാസ്കയിലെ ഉച്ചകോടി ലോകം ഉറ്റുനോക്കിയതാണ്. അതായത് ഈ പുടിൻ അതുപോലെ തന്നെ ട്രംപ് കൂടിക്കാഴ്ച നിർണായകമായ പല തീരുമാനങ്ങളും ഉണ്ടാകുമെന്ന പ്രതീക്ഷ എല്ലാം തകിടം മറിഞ്ഞിരിക്കുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പ്രതീക്ഷിച്ച പോലെയുള്ള ചലനമൊന്നും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അലാസ്ക ഉച്ചകോടിയിൽ വലിയ പുരോഗതി ഉണ്ടായതായി ട്രംപ് അവകാശപ്പെടുന്നു. പക്ഷേ യുക്രൈനെതിരായ റഷ്യയുടെ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു കരാറിലും എത്തിയിട്ടില്ല. അതായിരുന്നു പ്രധാനം, അതായിരുന്നു ലോകം ഉറ്റുനോക്കിയത്. പക്ഷെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. എന്തായാലും ഉത്തരങ്ങളെക്കാൾ കൂടുതൽ ചോദ്യങ്ങളാണ് ഇപ്പോൾ ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉടലെടുക്കുന്നത്. പുടിന്റെ പ്രത്യേക സൈനിക നടപടിയുടെ യഥാർത്ഥ ലക്ഷ്യം യുക്രൈനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയിൽ തകർക്കുക എന്നതാണ് എന്ന വിമർശനവും ശക്തമാകുന്നുണ്ട്. ഇതിനെതിരെ 3.5 വർഷത്തെ പലരുടെയും ശ്രമങ്ങളൊന്നും അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അലാസ്ക ഉച്ചകോടിയും ആ ഒരു ലിസ്റ്റിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് പുടിന്റെ മനസ്സ് മാറ്റാൻ കഴിയാത്തവരുടെ ലിസ്റ്റിലേക്ക് ഇപ്പോൾ അലാസ്ക ഉച്ചകോടിയും വന്നിരിക്കുന്നു. കാരണം അലാസ്ക ഉച്ചകോടിയിലെങ്കിലും ഈ ഒരു യുദ്ധത്തിലൊരു അയവ് വരും എന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അസ്ഥാനത്തായിപ്പോയി പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ അലാസ്ക ഉച്ചകോടിയും ആ കാര്യത്തിൽ ഒരു പരാജയമാണ് എന്ന് വിലയിരുത്തപ്പെടുകയാണ്. എന്തായാലും ഇനി എന്താണ് സംഭവിക്കുക റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ? റഷ്യയുടെ ആക്രമണം ഇനിയും തുടരുമോ? റഷ്യ വീണ്ടും ആക്രമിച്ചുകൊണ്ടിരിക്കുമോ? ഈ യുദ്ധത്തിനൊരു അന്ത്യമില്ലേ? ചോദ്യങ്ങൾ ബാക്കിയാവുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ നൽകിയ സമയപരിധികൾ ഒരു ഫലവും കാണാതെ നിഷ്പ്രഭമാവുകയാണ്. മാത്രമല്ല ഒരിക്കലും നടപ്പാക്കാത്ത ഭീഷണികളും ഇതിലുണ്ടായിരുന്നു. പുടിന്റെ ആക്രമണം തുടരാനുള്ള ഒരു ക്ഷണമായിട്ടാണ് യുക്രൈൻ ജനത ഇതിനെ കാണുന്നത്. അലാസ്കയിലെ ചർച്ചയ്ക്ക് യാതൊരു രീതിയിലുള്ള പുരോഗതിയുമില്ല. റഷ്യയുടെ യുക്രൈനെതിരായ 3.5 വർഷത്തെ യുദ്ധത്തിൽ വെടിനിർത്തൽ കരാറായിരുന്നു ട്രംപ് ലക്ഷ്യം വെച്ചത്. ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയിൽ സംഭവിച്ചത് എന്തൊക്കെയാണ് എന്നതിന്റെ പൂർണ്ണ ചിത്രം വ്യക്തമല്ല. പക്ഷേ കൂടിക്കാഴ്ചയിൽ പുടിൻ മേൽക്കൈ നേടി എന്നതടക്കമുള്ള ഒരു വിലയിരുത്തൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചാർത്തി നൽകിയിട്ടുണ്ട്. അലാസ്കയുടെ തലസ്ഥാനമായ ആങ്കറേജിലെ എൽമൻഡോർഫ് റിച്ചാർഡ്സൺ സൈനിക താവളത്തിൽ ലോകത്തിലെ ഏറ്റവും ശക്തരായ 2 നേതാക്കൾ ഒന്നിച്ചുകൂടിയപ്പോൾ, മുഖാമുഖം വന്നപ്പോൾ, കൂടിക്കാഴ്ച നടന്നപ്പോൾ അത് വലിയ രീതിയിലുള്ള പ്രതീക്ഷകളാണ് പ്രത്യേകിച്ച് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ആ ഒരു വിഷയത്തിൽ പ്രതീക്ഷിച്ചത്. ശീതയുദ്ധം മുതൽ US റഷ്യ ബന്ധങ്ങൾ സങ്കീർണവും നിരന്തരവും മാറുകയാണ്. സഹകരണം, സംഘർഷം, ചർച്ചകൾ, അവിശ്വാസം എന്നിവയുടെ നീണ്ട ചരിത്രത്തിലെ ഏറ്റവും പുതിയ അധ്യായമായിട്ട് അലാസ്ക ഉച്ചകോടി രേഖപ്പെടുത്തിയെങ്കിലും ഒരു തീരുമാനവുമാകാതെ പിരിഞ്ഞത് അതൊരു കോട്ടമായി തന്നെ മാറിയിരിക്കുകയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചപ്പോൾ ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരിച്ചു.
അടുത്തെത്തിയ പുടിനെ ട്രംപ് പുഞ്ചിരിയോടെ കൈകൊടുത്ത് സ്വീകരിച്ചു. 2022 മോസ്കോ യുക്രൈനിൽ പൂർണ്ണ തോതിലുള്ള അധിനിവേശം ആരംഭിച്ചതിന് ശേഷം മിക്ക പാശ്ചാത്യ രാജ്യങ്ങളും അദ്ദേഹത്തെ അകറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. പുടിനുമായിട്ടുള്ള ഒരു ബന്ധം, അത് ഒരു വിള്ളൽ പല രാജ്യങ്ങളും അവർക്കിടയിൽ ഉണ്ടാവുകയുണ്ടായി. യുക്രൈൻ റഷ്യ യുദ്ധത്തിന് ശേഷമുള്ള പുടിൻ്റെ അന്താരാഷ്ട്ര യാത്രകൾ റഷ്യൻ ഫെഡറേഷനുമായി സൗഹൃദമുള്ള രാജ്യങ്ങളിൽ മാത്രമായി പുടിൻ പരിമിതപ്പെടുത്തിയിരുന്നു. മാത്രമല്ല, ഈ പുടിനെതിരെ അറസ്റ്റ് വാറന്റ് ഉണ്ട്. അപ്പോൾ മറ്റു ചില രാജ്യങ്ങളിലേക്ക് ചെന്നാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു വെല്ലുവിളിയും മുന്നിൽ നിൽക്കുന്നുണ്ട്. റഷ്യൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം നിമിഷത്തിനേറെ വിലയുണ്ടായിരുന്നു. അതായത് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയ നിമിഷത്തിന് വലിയ വിലയാണ് ഉണ്ടായിരുന്നത്. യുക്രൈൻ വിഷയത്തിൽ നിരോധനങ്ങളിൽപ്പെട്ട് റഷ്യ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒറ്റപ്പെടൽ അതിജീവിക്കുക എന്നത് റഷ്യയെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായാലും റഷ്യ അന്നും ഇന്നും ആഗോളവേദിയിലെ ഒരു പ്രധാന ശക്തിയാണെന്ന് തെളിയിക്കുകയായിരുന്നു ട്രംപിൻ്റെ ക്ഷണം, അമേരിക്കയിലേക്കുള്ള ക്ഷണം. പുടിൻ്റെ വിജയമായി പോലും അലാസ്ക ഉച്ചകോടിയെ കണക്കാക്കാൻ സാധിക്കും. സുഹൃത്തിനെ പോലെ അമേരിക്കൻ മണ്ണിലേക്ക് കിട്ടിയ സ്വാഗതം അത് നിസ്സാരമല്ല. ഈ ഒരു സാഹചര്യത്തിൽ റഷ്യൻ പ്രസിഡന്റിന് കിട്ടിയ ഈ സ്വീകരണം, അതുമാത്രമല്ല അദ്ദേഹത്തിന് കിട്ടുന്ന ഈ സ്വീകാര്യത, അതിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രസിഡൻഷ്യൽ സ്റ്റേറ്റ് കാറിൽ സഞ്ചരിക്കുന്നതിന് പകരം പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് പുടിൻ ട്രംപിനൊപ്പം അമേരിക്കൻ പ്രസിഡൻഷ്യൽ ലിമോസിനായ ദി ബീസ്റ്റ് എന്ന വാഹനത്തിൽ കയറി. വാഹനം മുന്നോട്ട് നീങ്ങുമ്പോൾ പിൻസീറ്റിൽ ഇരുന്ന് ചിരിക്കുന്ന പുടിനെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തിരുന്നു. പുടിനെ വിമാനത്താവളത്തിൽ ട്രംപ് സ്വീകരിക്കുമ്പോൾ ഒരു B-2 ബോംബർ, 4 വീതം F-22, F-35 വിമാനങ്ങളും റൺവേക്ക് മുകളിലൂടെ അകമ്പടിയായി പറന്നിരുന്നു. യുദ്ധവിമാനങ്ങൾ പറത്തി അമേരിക്കയുടെ സൈനിക ശക്തി തെളിയിക്കാനുള്ള ട്രംപിന്റെ ശ്രമം, അതിനെ അങ്ങനെയും വ്യാഖ്യാനിക്കാം. ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ അമേരിക്കയിലെത്തിയ സെലൻസ്കി നേരിട്ടത് കടുത്ത അപമാനമായിരുന്നു. ലോകം അത് കണ്ടതാണ്, ലോകം ആ കാഴ്ചയൊക്കെ കണ്ടതാണ്. പക്ഷേ പുടിൻ അമേരിക്കയിലെത്തിയപ്പോൾ ട്രംപ് ഏത് രീതിയിലാണ് സ്വീകരിച്ചതെന്നത്, ഇരു നേതാക്കന്മാർക്കും ഉള്ള സ്വീകാര്യതയും അമേരിക്ക എന്ന രാജ്യം, പ്രത്യേകിച്ച് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റ്, രണ്ടുപേരെയും എങ്ങനെ കാണുന്നു എന്നതിന്റെ നേർസാക്ഷ്യമായി അത് മാറിയിരിക്കുകയാണ്. രാജകീയമായിട്ടായിരുന്നു പുടിനെ സ്വീകരിച്ചതെങ്കിൽ സെലൻസ്കിക്ക് അപമാനമായിരുന്നു അമേരിക്കയിൽ നിന്നും കിട്ടിയത്. കടുത്ത വെല്ലുവിളികൾക്കും വിവാദങ്ങൾക്കും ഒടുവിലാണ് ഇത്തരമൊരു കൂടിക്കാഴ്ച നടന്നത് എന്ന കാരണത്താൽ തന്നെ ഉച്ചകോടി വിജയത്തിലെത്തിക്കേണ്ടത് ട്രംപിന്റെ ആവശ്യമായിരുന്നു. അത് ഒരുപക്ഷെ ഏറെക്കുറെയൊക്കെ വിജയിച്ചുവെന്ന് പറയാം. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും മാധ്യമങ്ങളെ കണ്ടു. തന്റെ 25 വർഷത്തെ പ്രസിഡന്റ് ഭരണത്തിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെ വകവയ്ക്കാത്ത വ്യക്തിയാണ് പുടിൻ. എന്നിട്ടും അലാസ്കയിൽ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾ കേട്ടുനിന്ന് ത്രിരാഷ്ട്ര ഉച്ചകോടിക്കായി പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ കാണാൻ പുടിൻ തയ്യാറാകുമോ എന്ന ചോദ്യമുയർന്നു. പക്ഷേ ഗൂഢമായ പുഞ്ചിരിയായിരുന്നു റഷ്യൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ഇരു നേതാക്കന്മാരുടെയും കൂടിച്ചേരലിന് ലോകം ചാർത്തി നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.